ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൾട്ടിമീറ്ററുകൾ നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. മൾട്ടിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്ര വോൾട്ടേജ് വന്നു, കറണ്ട് വന്നു, അല്ലെങ്കിൽ ഈ കമ്പോണന്റുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ഡിവൈസ് ആണ് അല്ലെ മൾട്ടിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിക്സ് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഇലക്ട്രോണിക്സ് പഠിക്കുന്നവരെ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് വർക്ക് ചെയ്യുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ഉപകരണമാണ് മൾട്ടിമീറ്റർ. അപ്പോൾ ഒരു മൾട്ടിമീറ്റർ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് വോൾട്ടേജ്, കറണ്ട് ഇതൊക്കെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം, അതുപോലെ ട്രാൻസിസ്റ്റർ, റെസിസ്റ്റർ പോലുള്ള കമ്പോണന്റ് ഒക്കെ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ മൾട്ടിമീറ്റർ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഈ അനലോഗ് മൾട്ടിമീറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അനലോഗ് നമുക്ക് രണ്ട് തരത്തിലുണ്ടല്ലോ, ഡിജിറ്റലും അനലോഗും ഉണ്ടല്ലോ. അപ്പം അനലോഗ് മൾട്ടിമീറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കുക. ഇപ്പം വലുതായിട്ട് അങ്ങനെ ആരും അനലോഗ് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് കാണുന്നില്ല. ഒരു പഴയ തലമുറയായിരുന്നു ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ നമുക്ക് ഡിജിറ്റൽ മൾട്ടിമീറ്ററുകൾ ഇഷ്ടംപോലെ ലഭ്യമാണ്. വില നോക്കുകയാണെങ്കിലും ഒക്കെ വലിയ വില വ്യത്യാസമില്ലാതെ തന്നെ നമുക്ക് ഡിജിറ്റൽ മൾട്ടിമീറ്ററുകൾ കിട്ടുന്നത് കൊണ്ട് ഡിജിറ്റൽ മൾട്ടിമീറ്ററുകൾ തന്നെയാണ് കുറച്ചും കൂടെ ഉപയോഗിക്കാനും റീഡിങ് പെട്ടെന്ന് എടുക്കാനും ഒക്കെ സൗകര്യപ്രദം. എന്നാലും ആരുടെയെങ്കിലും കയ്യിൽ പഴയ മൾട്ടിമീറ്ററുകൾ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അതിൻ്റെ റീഡിങ് എടുക്കുക, എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിതിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അനലോഗ് മൾട്ടിമീറ്റർ നോക്കിയാലും ഡിജിറ്റൽ മൾട്ടിമീറ്റർ നോക്കിയാലും നമുക്ക് സാധാരണയായിട്ട് ഇതുപോലുള്ള റേഞ്ച് സെലക്ടേഴ്സ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് എന്തൊക്കെ മെഷർ ചെയ്യാം? അപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ അനലോഗ് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന റീഡിങ്സ് കാണാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ DC-V, അതായത് DC വോൾട്ടേജ് നമുക്ക് ഇത് ഇവിടെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. AC-V അല്ലേ, AC വോൾട്ടേജ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് ഓംസ്, അതായത് റെസിസ്റ്റൻസ് എന്ത് ചെയ്യാം, നമുക്കിവിടെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ DC-MA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DC കറണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മെഷർ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇതിന് മെയിനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിക്കുന്നത് കൂടാതെ ബസ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു പിന്നും കൂടെ കാണാം. ബസറാണ്, നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളും ഇതിനകത്തേക്ക് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അനലോഗ് മൾട്ടിമീറ്റർ അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ എൻ്റെ കയ്യിരിക്കുന്ന ഒരു മൾട്ടിമീറ്ററിന് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ശരി, അപ്പോൾ ഇതിൻ്റെ റീഡിംഗ് പാനൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കൂടെ കൂട്ടി അല്ലേ ഒരു മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിക്കാണ് റീഡിങ്ങുകൾ കാണിക്കുക. അപ്പോൾ ഇത് നമ്മൾ ഏതാണോ നമ്മൾ റീഡ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള പോയിന്റ് വേണം നമ്മളിതിൽ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അനലോഗ് മൾട്ടിമീറ്ററുകളെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നില്ല, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഞാൻ അതിൽ കറണ്ട് എങ്ങനെ മെഷർ ചെയ്യണം അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇപ്പോഴത്തെ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നില്ല. പ്രധാനമായിട്ടും ഒരു മൾട്ടിമീറ്ററുകളെ പറ്റി പറയുമ്പോൾ അനലോഗ് മൾട്ടിമീറ്ററിനെ പറ്റി പറയാതെ പോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അനലോഗ് മൾട്ടിമീറ്ററിനെ പറ്റിയിട്ട് പറയാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ഇപ്പോൾ പഴയ കാല മൾട്ടിമീറ്ററുകൾ എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇതുപോലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കാണാനായിട്ട് പറ്റും. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാണാൻ പറ്റും. ഇത് നമുക്ക് ശരിക്കും നമ്മുടെ പ്രോബിൻ്റെ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. നമുക്ക് പ്രോബ് ഉണ്ടാവും അല്ലേ, മൾട്ടിമീഡിയ പ്രോബ്സ്, വയർസല്ലേ കണക്ട് ചെയ്തിട്ട് റീഡിങ് കണക്ട് ചെയ്യാനായിട്ട് ഇതുപോലുള്ള വയറിംഗ് പ്രോബുകൾ ഉണ്ടാവും. അപ്പോൾ ഈ പ്രോബിന് വയറുണ്ടല്ലോ, ഈ വയറിനൊരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വയറിംഗ് റെസിസ്റ്റൻസ് വരുമ്പോൾ നമ്മളെ റീഡിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ വയറിംഗ് റെസിസ്റ്റൻസ് ഒന്ന് ചെറുതായിട്ട് കാലിബ്രേറ്റ് ചെയ്യും. അതായത് സാധാരണഗതിയിൽ നമ്മുടെ റെസിസ്റ്റൻസ് റേഞ്ച് ഉണ്ടല്ലോ, അതിലേറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസ് റേഞ്ചിലേക്ക് ഇടും. ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസ് റേഞ്ചിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഈ രണ്ട് പ്രോബുകളും തമ്മിൽ ഇതുപോലെ ചേർത്ത് വയ്ക്കുമ്പോൾ ആ നീഡിൽ കണ്ടോ, ചേർത്ത് വയ്ക്കുന്ന സമയത്ത് നീഡിൽ 0-യിലായിരിക്കണം കേട്ടോ, കറക്റ്റ് 0-യിലായിരിക്കണം ഇരിക്കേണ്ടത്. അഥവാ 0-യിൽ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ച് അതിനെ കറക്റ്റ് 0-യിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ 0-യിലായി കണ്ടോ, കറക്റ്റ് 0-യിൽ ഇരിക്കണം. അതിനെയാണ് നമ്മൾ ഈ പ്രോബിൻ്റെ റെസിസ്റ്റൻസ് സെറ്റ് ചെയ്യാനാണ് ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു വോൾട്ടേജ് ചെക്ക് ചെയ്യണം. അതായത് ഈ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഞാൻ വലിയ പവറുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നമുക്കൊരു സിമ്പിളായിട്ട് ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് ഇത് എത്ര വോൾട്ട് ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വോൾട്ടേജ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ബാറ്ററി എന്ന് പറയുമ്പോൾ DC ആണല്ലേ,
അപ്പോൾ ഡി സി വോൾട്ടേജ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഡി സി വോൾട്ടേജ്. നമുക്ക് ഡി സി വോൾട്ടേജ് ഇതാ ഇവിടെ തൊട്ട് കാണാം, 0.5 0.1 തൊട്ട് കാണാം. അതുതൊട്ട് 1000 വോൾട്ട് വരെ നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ട്. ഡി സി വോൾട്ടേജ് കേട്ടോ, ശ്രദ്ധിക്കണേ, ഡി സി വോൾട്ടേജാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് മെഷർ ചെയ്യാനായിട്ട് പോവാണ്. മെഷർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റേഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇടുന്ന വോൾട്ടേജിൻ്റെ, അതായത് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്ന വോൾട്ടേജിൻ്റെ കൂടുതലുള്ള റേഞ്ചിലായിരിക്കണം ഇടേണ്ടത്. നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത് ഒരു 5 വോൾട്ട് 6 വോൾട്ട് ബാറ്ററി ആണെങ്കിൽ നമ്മൾ അതിന് മുകളിലുള്ളൊരു റേഞ്ച്, ഇപ്പം 2.5 കഴിഞ്ഞാൽ അടുത്തവിടെ 10 ആണല്ലേ, അപ്പം 10 അതല്ല നമുക്കിപ്പം ഒരു ഐഡിയ ഇല്ലയെന്ന് വിചാരിച്ചു, നമ്മൾ മെഷർ ചെയ്യുന്ന എത്രയാണെന്നൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതലായിട്ടുള്ള വാല്യൂ, ഇപ്പോൾ 250 ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ വാല്യൂ ഏകദേശം വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് കൊണ്ടുവരാം. റേഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ വാല്യൂവിൽ നിന്നും കൂടുതലായിട്ടുള്ള വാല്യൂവിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനൊരു ബാറ്ററി ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ എനിക്കിതിൻ്റെ ബാറ്ററിയുടെ വാല്യൂ അറിയത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 10 ഇടുന്നു. സാധാരണ 10 വോൾട്ടിനകത്താണ് ഇത്തരം ബാറ്ററികൾ വരിക. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ 10 എന്നുള്ള റേഞ്ചിലേക്ക് ഇടുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ റീഡിങ് എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ബാറ്ററി നമുക്ക് 2 പ്രോബാണല്ലേ. പ്രോബിടെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ഇവിടെ അടിയിൽ കോമൺ എഴുതിയിട്ടുണ്ട് കേട്ടോ. അവിടെയാണ് നെഗറ്റീവ് കൊടുത്തിരിക്കുന്നത്. പോസിറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ട്. മിക്കവാറും കളറിലും അതിലൊരു ഐഡൻറ്റിഫിക്കേഷൻ കാണും. അപ്പോൾ ബാറ്ററിയുടെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ടെർമിനൽ കൃത്യമായിട്ട് കൊടുക്കുക. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഇതാണ്, ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ ഇതാണ്. അപ്പോൾ നമ്മൾ റീഡിങ് എടുത്തതിന് ശേഷം ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ ബ്ലാക്ക് വയറിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്തു. എന്നിട്ട് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് അതേ റീഡിങ് കാണിക്കുന്നത് കാണാം. കണ്ടോ റീഡിങ് കാണിക്കുന്നത്. അപ്പോൾ അത് ഏതാണ് നമ്മൾ റീഡ് ചെയ്യുക, കുറേ വാല്യൂസ് കാണുന്നുണ്ട്. അതറിയാനായിട്ട് നമ്മളിതിലൊരു റേഞ്ച് ഇട്ടില്ലേ, ഏതാ റേഞ്ച് ഇട്ടത്, ഇവിടെ 10 ആണല്ലേ ഇട്ടിരിക്കുന്നത്. അപ്പോൾ 10 റേഞ്ച് ഇടുമ്പോഴത്തേക്കും നമ്മളിവിടെ നോക്കേണ്ടത് ഈ സൈഡിൽ 10 ആണ്. കണ്ടോ, ഈ സൈഡിൽ 10 വരുന്ന ഏതാണ്, ആദ്യത്തേതാണ് അല്ലേ, ഫസ്റ്റിലത്തെയാണ് 10. അപ്പം നമ്മൾ നോക്കേണ്ടത് ഈ ആദ്യത്തെ വാല്യൂ ആണ് നോക്കേണ്ടത്. വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ കാണുന്ന ആദ്യത്തെ വാല്യൂ ആണ് നോക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വച്ചതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ 2 കഴിഞ്ഞ് നമ്മൾ അടുത്തത് 4 ആണല്ലേ. അപ്പം നടുക്ക് കാണുന്ന വല 2-നും, അതായത് ഇത് ഇവിടെയാണ് എത്തിയത്, ഇവിടെയാണ് നിന്നത്. ഇത് 2 ആണ്, ഇത് 4 ആണ്. അപ്പോൾ ഇതിനെ കാണുന്ന ഈ നടുക്കുള്ള മെയിൻ വര 3 ആണ്. 3-നേക്കാളും ഒരു ചെറിയ പോയിന്റ് കുറവാണ്. അതായത് 2 പോയിന്റ് ഇപ്പം ഇങ്ങനെ വരും, 2.2 അല്ലേ, 2, 4, 6, 8, 10 കേട്ടോ. അങ്ങനെയാണ് ഡിവിഷൻസ് വരിക. അപ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് കണ്ടോ, എറൗണ്ട് ഒരു 2.878 എന്ന് പറയുന്ന 2.7 2.8 എന്ന് പറയുന്ന വാല്യൂ, 3 വോൾട്ട് ഇല്ല. അതാണ് എനിക്ക് ഈ ബാറ്ററിയുടെ റീഡിങ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അനലോഗ് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് റീഡിങ് എടുക്കുക. അപ്പോൾ ഇത്തരം മീറ്ററുകൾ പഴയ കാലഘട്ടങ്ങളിൽ വളരെ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ അങ്ങനെ വലുതായിട്ട് ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ഉപയോഗിക്കുന്നതെല്ലാം ഡിജിറ്റൽ മൾട്ടിമീറ്ററുകളാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിൽ റെസിസ്റ്റൻസിൻ്റെയും കറണ്ടും ഒക്കെ മെഷർ ചെയ്യാൻ പറ്റും. തൽക്കാലം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഈ മീറ്റർ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിനി അടുത്തത് ഡിജിറ്റൽ മൾട്ടിമീറ്ററുകളെ പറ്റിയിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിജിറ്റൽ മൾട്ടിമീറ്ററുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഇരിക്കുന്നതൊരു ഡിജിറ്റൽ മൾട്ടിമീറ്ററാണ്. അപ്പോൾ ഇതൊരു ഡിജിറ്റൽ മൾട്ടിമീറ്ററാണ്. ഡിജിറ്റൽ മൾട്ടിമീറ്ററുകൾ വളരെ എളുപ്പമാണല്ലേ. നമ്മളൊരു റേഞ്ചിലേക്ക് സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലീഡിലൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. അപ്പോൾ അതൊരു വല്ലാത്ത അഡ്വാൻറ്റേജ് ആണ്. ഡിജിറ്റൽ മൾട്ടിമീറ്ററുകൾ പല റേഞ്ചിൽ, പല വലിപ്പത്തിൽ ഒക്കെ പല ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഒരു മിഡിൽ ലെവൽ ക്വാളിറ്റിയിലുള്ള ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്ററാണ് ഈ കാണുന്നത്. ഒരു സ്റ്റാൻഡോട് കൂടി വരുന്നത്. ഇത് തന്നെ വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വില കുറഞ്ഞ മൾട്ടിമീറ്റർ, എനിക്കൊന്നൊരു 150-200 രൂപ മുതൽ ഡിജിറ്റൽ മൾട്ടിമീറ്ററുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആ റേഞ്ചിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ അത് കണക്കാക്കിയിട്ടുള്ള മൾട്ടിമീറ്ററുകൾ ഉപയോഗിക്കുക. പിന്നെ നല്ല ഹെവി പർപ്പസ് ഒക്കെ ആണെങ്കിൽ, ശരിക്കും ഒരുപാട് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ഒരുപാട് മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് കൂടിയ മൾട്ടിമീറ്ററുകൾ വാങ്ങുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിക്കാമെന്ന് നോക്കാം. ആദ്യമേ അതിനും 2 പ്രോബ് ഉണ്ട്.
പോസിറ്റീവിലും നെഗറ്റീവിലും നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മാക്സിമം എത്ര വരെ മെഷർ ചെയ്യാനാണ് സാധിക്കുക എന്നുള്ളത് അല്ലേ. 600 വോൾട്ട് 200 mA ആണ് മാക്സിമം ഈ വയറിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അതിന് മുകളിലാണ് റേഞ്ച് എന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് കാണിക്കുന്നുണ്ട് അൺഫ്യൂസ്ഡ് 10 ആംപിയർ വരെ മാക്സിമം. കൂടുതൽ കറണ്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇത് ഇളക്കിയിട്ട് ഇപ്പുറത്തേക്ക് ഇടണം. ഇവിടെ എത്ര വരെ പറ്റുള്ളൂ? 200 മില്ലി ആംപിയർ 600 വോൾട്ട് വരെ ഇവിടെ പറ്റുള്ളൂ. അതിന് മുകളിലാണുമ്പോൾ നമ്മൾ ഇപ്പുറത്തേക്ക് മാറ്റിയിടണം. ഈ വയർ നടുക്കത്തെ വയർ അവിടെ തന്നെയാണ് കിടക്കുക. അപ്പോൾ ഇതാണ് കോമൺ വയർ അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് റേഞ്ച് സെലക്ടർ കാണാനായിട്ട് സാധിക്കും. ഇവിടെയാണ് നമുക്ക് ഡിസ്പ്ലേ വരിക. പിന്നെ ചിലപ്പോൾ മൾട്ടിമീറ്ററിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് ഹോൾഡ് ബട്ടണോ ബാക്ക് ലൈറ്റ് ബട്ടണോ ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ ഡിജിറ്റൽ മൾട്ടിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് വെച്ചിട്ട് DC വോൾട്ടേജ് എങ്ങനെയാണ് മെഷർ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ 2 ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ. റേഞ്ച് ഓട്ടോ സെലക്ട് ചെയ്യുന്നതും അല്ലാതെ നമ്മൾ റേഞ്ച് സെലക്ട് ചെയ്യുന്നതും. അപ്പോൾ ഇതിപ്പോൾ റേഞ്ച് സെലക്ട് ചെയ്യണം. ഓട്ടോ സെലക്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് എന്ന് മാത്രമേ എഴുതിയിരിക്കുള്ളൂ. നമ്മൾ അതിലോട്ട് തിരിച്ചും കിട്ടാൻ മതി, റേഞ്ച് ഒന്നും നോക്കാൻ നിൽക്കണ്ട. പക്ഷേ ഇതിൽ അങ്ങനത്തെ മൾട്ടിമീറ്റർ അല്ലാതെ കുറച്ചുകൂടെ കൂടിയ മൾട്ടിമീറ്ററാണ്. ഈ മൾട്ടിമീറ്ററിൽ നമ്മൾ റേഞ്ച് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഈ സെയിം ബാറ്ററി എന്ത് ചെയ്യാണ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച്. അപ്പോൾ DC ആണല്ലേ. DC നമുക്ക് എങ്ങനെ മനസ്സിലാകും? ഇതിലേതാ DC വരുന്നത്? ഈ കാണുന്നതാണ് DC കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സിമ്പിൾ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. ഇവിടെ ഇതാണ് AC, ഈ കാണുന്നതാണ് DC. അപ്പോൾ ഈ വെള്ള കളറിൽ ഇട്ടിരിക്കുന്ന ഈ 4 റേഞ്ചാണ് ശരിക്കും DC വോൾട്ടേജ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അതിൽ എത്രയാണ് മില്ലി വോൾട്ട് തൊട്ടുണ്ട്? 200 മില്ലി വോൾട്ട്, 2 വോൾട്ട്, 20 വോൾട്ട്, 200 വോൾട്ട്. നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 600 വോൾട്ടും കൂടെ കാണാം കേട്ടോ. ഇവിടെ 600 വോൾട്ട് വരെയാണ് റേഞ്ച് വരുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് റീഡിംഗ് എടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇത് റീഡിംഗ് എടുക്കണമെങ്കിൽ നമ്മൾ ഈ റേഞ്ച് എന്ത് ചെയ്യണം? ഇതിലേക്ക് മാറ്റി സെലക്ട് ചെയ്തിടണം. അപ്പോൾ അഗെയിൻ നമ്മൾ ഈ ബാറ്ററിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു റേഞ്ച് സെലക്ട് ചെയ്ത് 20 ഇടുന്നു. അവിടെ 10 ഇല്ല കേട്ടോ. 2 കഴിഞ്ഞാൽ അടുത്ത 20 ആണ്. അപ്പോൾ ബാറ്ററി എന്തായാലും 2 വോൾട്ടിൽ കൂടുതലാണ്, പക്ഷേ 20 വോൾട്ടിൽ താഴെയാണ് എന്നൊരു കൺസെപ്റ്റിൽ ഞാൻ എന്ത് ചെയ്യുന്നു? 20ലേക്ക് ഇടുന്നു. ഓക്കെ, 20 ഇടുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ ബാറ്ററി എടുക്കുകയാണ്. കറുപ്പ് നെഗറ്റീവിലേക്കും ചുമപ്പ് പോസിറ്റീവിലേക്കും വെച്ച് ചെക്ക് ചെയ്യാം. അപ്പം കണ്ടോ 2.99. അപ്പോൾ നമ്മൾ അനലോഗിൽ എടുത്തതിനേക്കാളും ചെറിയൊരു വ്യത്യാസമുണ്ടല്ലേ. അനലോഗിലെടുത്തതിനേക്കാളും ചെറിയൊരു വ്യത്യാസമുണ്ട്. എറൗണ്ട് ഒരു 2.99 വോൾട്ട് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതാണ് കറക്റ്റ് കേട്ടോ. അനലോഗിൽ പ്രോബിൻ്റെ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്തതിനകത്ത് നമുക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതാണൊരു 0.01 വോൾട്ട് അല്ലേ 0.1 വോൾട്ട്, അതിനനുസരിച്ചിട്ടൊരു ചെറിയ വ്യത്യാസം അവിടെ കാണാൻ പറ്റിയത്. ശരിക്കും ഈ ബാറ്ററി 2.99 വോൾട്ടേജ് ഉണ്ട്. 3.7 ബാറ്ററിയാണ്. ശരിക്കും ഇത് കുറവാണ്. ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സമയമായി. ഇങ്ങനെയാണ് നമ്മൾ DC വോൾട്ടേജ് മെഷർ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് DC വോൾട്ടേജ് മെഷർ ചെയ്യുക എന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് AC വോൾട്ടേജ് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ AC വോൾട്ടേജ് മെഷർ ചെയ്യാനായിട്ട് നമുക്കൊരു AC ലൈൻ വേണമല്ലേ. അപ്പോൾ ഞാനൊരു പ്ലഗ് പോയിൻ്റ് എടുക്കുന്നു. നമുക്ക് AC ഒന്ന് മെഷർ ചെയ്യാം. ഇപ്പോൾ AC മെഷർ ചെയ്യാനായിട്ട് പോവുകയാണേ. നമുക്ക് AC ലൈൻ വേണമല്ലേ. ഒരു AC ലൈൻ എടുത്തു. മൾട്ടിമീറ്റർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം AC മെഷർ ചെയ്യുമ്പോൾ നമ്മുടെ ലൈൻ വോൾട്ടേജാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഒരു ഏകദേശം ഐഡിയ ഉണ്ടല്ലേ. 220, 230 വോൾട്ടാണ് നമുക്ക് ലൈനിൽ കിട്ടുന്നത് എന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? വോൾട്ടേജ് അതിലേക്ക് മാറ്റിയിടണം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇതാണ് AC. പക്ഷേ AC എത്രയാണ് കിടക്കുന്നത്? 200 ആണല്ലേ. നമുക്ക് 200 അല്ലല്ലോ വേണ്ടത്. നമുക്ക് 600ലേക്ക് ഇടാം. കണ്ടോ? കാരണം നമുക്കറിയാം 230 ആ ഒരു റേഞ്ചിൽ വോൾട്ടേജ് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. 230 ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ 200 ഇട്ടിട്ട് കാര്യമില്ല, നമ്മൾ കുറച്ച് കൂട്ടിയിട്ടിട്ട് വേണം നോക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ 600ലേക്ക് ഇട്ടു കേട്ടോ. AC ഇതാണ്. AC ഒക്കെ ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ചൊക്കെ ചെയ്യുക കേട്ടോ. നമ്മൾ കറണ്ടിലൊക്കെ കളിക്കുന്നതാണല്ലേ. കുറച്ച് സൂക്ഷിച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കണ്ടോ 237 വോൾട്ട് അല്ലേ. 34, 35, 36, 236, 37. ഓക്കെ, ഇത് മാറി മാറി നിൽക്കാം. KCBയുടെ അല്ലേ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് AC വോൾട്ടേജ് മെഷർ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. AC റേഞ്ച് ഇട്ടിട്ട് നമുക്കിതുപോലെ സിമ്പിളായിട്ട് AC വോൾട്ടേജ് മെഷർ ചെയ്യാം.
ഓക്കെ, അപ്പോൾ അടുത്ത നമുക്കിനി വോൾട്ടേജിൽ നിന്ന് മാറി കറണ്ടിലോട്ട് പോവാം. നമുക്ക് എങ്ങനെയാണ് കറണ്ട് മെഷർ ചെയ്യുക? അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത് ഒരു DC കറണ്ട് എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. DC കറണ്ട് കേട്ടോ, DC കറണ്ട് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളൊരു DC കറണ്ട് എങ്ങനെയാണ് മെഷർ ചെയ്യുക? DC കറണ്ട്. ഓക്കെ, കറണ്ട് മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കറണ്ട് മെഷർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കറണ്ട് മെഷർ ചെയ്യുന്നത് എന്തിലാണ്? സീരീസ് ആയിട്ടാണ്. നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് കറണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ സീരീസ് ആയിട്ട് ഒരു ലോഡ് ഇട്ടതിന് ശേഷം അതിന് സീരീസ് ആയിട്ടാണ് കറണ്ട്. ഒരിക്കലും നമുക്ക് കറണ്ട് ടെർമിനലിൽ ഇട്ടിട്ട് നിങ്ങളൊരു ബാറ്ററിയുടെ 2 പോർട്ടിലും കൊണ്ട് വയ്ക്കരുത് കേട്ടോ. കറണ്ടിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. കറണ്ട് സെലക്ടർ കറണ്ട് ഇട്ടതിന് ശേഷം പ്രോബ് എന്ത് ചെയ്യരുത്? ഒരു ബാറ്ററിയുടെ 2 സൈഡിൽ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ഇതിൻ്റെ ബാറ്ററിയുടെ കറണ്ട് എത്രയാണെന്ന് പോയി ചെക്ക് ചെയ്യരുത് കേട്ടോ. ആ കറണ്ട് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. കറണ്ട് ഒരു സർക്യൂട്ടിൽ കൂടെ ഒഴുകുമ്പോഴല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു ഡിവൈസിനകത്തൂടെ പോകുമ്പോൾ മാത്രമേ അതിലേക്ക് കറണ്ട് വരുന്നുള്ളൂ അല്ലേ. ഇപ്പോൾ ബാറ്ററിക്കകത്ത് കറണ്ടൊന്നുമില്ല, അതൊരു സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് അതിൽ കറണ്ട് വരുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവച്ച് കറണ്ട് റീഡിങ് കറണ്ടിലേക്ക് ഇട്ടിട്ട് ബാറ്ററിയുടെ 2 പിന്നിൽ കൊണ്ടുവച്ചെടുത്താൽ എന്ത് പറ്റും? മൾട്ടിമീറ്റർ ഡാമേജ് ആവും, ബാറ്ററി പൊട്ടിത്തെറിക്കും. മനസ്സിലായി? ആ ബാറ്ററി 2 വയർ ഷോർട്ട് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും ബാറ്ററിയുടെ 2 അറ്റത്ത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, നിങ്ങൾ കറണ്ട് ചെയ്യുന്ന സമയത്ത് കറണ്ടിൻ്റെ ഇട്ടിട്ട് ഇങ്ങനെ AC കറണ്ട് മെഷർ ചെയ്യാമെന്നും പറഞ്ഞിട്ട് കറണ്ട് ഇട്ട് ഇത് 2-നകത്തും കൊണ്ട് വെച്ച് സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കരുത് കേട്ടോ. ഫീസ് പോവും, പൊട്ടിത്തെറിയൊക്കെ സംഭവിക്കും. അത് ഷോർട്ട് സർക്യൂട്ട് ആക്കി കളയും. മനസ്സിലായില്ലേ? അതായത് കറണ്ട് മെഷർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാമെന്നറിയാമോ? നമ്മൾ ഒരു വയർ നമ്മൾ ഒരു ലൈനിൽ കൊടുത്തിട്ടാണ് പോകുക. അപ്പോൾ ഈ പറയുന്ന കറണ്ട് ഇതിനകത്തൂടെ കയറി ഇപ്പുറത്തെ വയറിൽ കൂടെ കയറിയിട്ടായിരിക്കും നമ്മുടെ ഡിവൈസിലേക്ക് പോവുക. അപ്പോൾ സീരീസ് ആയിട്ടേ കണക്ട് ചെയ്യാവും. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്താണ് ഇവിടെ ഒരു LED വെച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 ഇത് നെഗറ്റീവ് വയറാണ്, ബാറ്ററിയിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വയറാണ്. ഈ പച്ച കളറിൽ ഇത് പോസിറ്റീവ് വയറാണ്. അപ്പോൾ ഇത് 2 ഞാൻ ഒരുമിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ LED കത്തും. ഇതാ കണ്ടോ, LED കത്തും. ഞാനിപ്പോൾ വയർ ഇവിടെ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, എനിക്ക് കറണ്ട് മെഷർ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ എന്ത് ചെയ്യണം, ഞാൻ ഇത് 2 പോയിൻറ്റിനിടയ്ക്കായിട്ട് മെഷർ ചെയ്യണം. അല്ലെങ്കിൽ ഈ വയർ ഇങ്ങോട്ട് മാറ്റി കുത്തിയിട്ട് ഈ വയർ ഇവിടെ കണക്ട് ചെയ്തതിന് ശേഷം ഈ 2 പോയിൻറ്റിനിടയ്ക്കായിട്ട് ഞാൻ മെഷർ ചെയ്യണം. മനസ്സിലായില്ലേ? കറണ്ട് എനിക്ക് എവിടെയാണോ വേണ്ടത് അതിനിടയ്ക്കാണ് ഞാൻ മെഷറിങ് ചെയ്യേണ്ടത്. അപ്പം സീരീസ് ആയിട്ടാണ് പോകേണ്ടത്. ഇതുവഴി കയറി മൾട്ടിമീറ്ററിനകത്തൂടെ കയറിയിട്ടാണ് കറണ്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് ഇതിലേക്ക് വരിക. ക്ലിയർ ആയോ? കറണ്ട് അബദ്ധം കാണിക്കരുത്. കറണ്ട് മെഷർ ചെയ്യുമ്പോൾ സീരീസ് ആയിട്ട് വേണം. അപ്പോൾ ഏതെങ്കിലും ഇതുപോലുള്ള LED അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിവൈസ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ കറണ്ട് മെഷർ ചെയ്യുക. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ടത് DC കറണ്ടാണ്. നമ്മൾ AC കറണ്ട് അല്ല ചെയ്യുന്നത്. മനസ്സിലായില്ലേ? AC കറണ്ട് അല്ല. ഈ മൾട്ടിമീറ്ററിൽ AC കറണ്ട് മെഷർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല കേട്ടോ. ഈ മൾട്ടിമീറ്ററിനകത്ത് AC കറണ്ട് ചെക്ക് ചെയ്യാനായിട്ട് അത് പറയുന്നില്ല. അപ്പം നമ്മൾ ഇത് ഉപയോഗിക്കരുത്. AC കറണ്ട് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് വേറെ മൾട്ടിമീറ്റർ യൂസ് ചെയ്യണം. AC കറണ്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്ന മൾട്ടിമീറ്റർ നമുക്ക് വേറെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം തൽക്കാലം മനസ്സിലാക്കുക, നമ്മൾ DC കറണ്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ DC കറണ്ട് നോക്കുമ്പോൾ ഈ കാണുന്ന പാർട്ടാണ് DC കറണ്ട്. MA എന്ന് ഇട്ടിരിക്കുന്നുണ്ടോ, മില്ലി ആംപിയറാണ്. ഏറ്റവും ഹയസ്റ്റ് 10 ആംപിയർ വരെ നമുക്ക് മെഷർ ചെയ്യാം. 200 മില്ലി ആംപിയർ, 20 മില്ലി ആംപിയർ, 2 മില്ലി ആംപിയർ, 200 മൈക്രോ ആംപിയർ. കറണ്ട് എപ്പോഴും കുറഞ്ഞ റേറ്റിലായിരിക്കും വരിക. അപ്പോൾ ഞാനൊരു LED വെച്ചിരിക്കുന്നത്. ഒരു LED വളരെ കുറച്ച് കറണ്ടേ വരുള്ളൂ. അറൗണ്ട് ഒരു 3 മില്ലി ആംപിയർ, 4 മില്ലി ആംപിയർ അല്ലെങ്കിൽ 2 മില്ലി ആംപിയർ, ആ റേഞ്ചിനൊക്കെ സാധാരണ LED കറണ്ട് എടുക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റീഡിങ് എടുക്കുമ്പോൾ അത് കണക്കാക്കിയിട്ടുള്ള റീഡിങ് ഇടാം. ഒന്നുകിൽ 20-ലോ 200-ലോ ഇടാം. അപ്പം എപ്പോഴും സേഫ്റ്റിക്ക് കൂട്ടിയിടണം എന്നൊരു ഐഡിയ ആണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, 200-ലിടുന്നു. എൻ്റെ റേഞ്ച് സെലക്ടർ 200 മില്ലി ആംപിയറിലേക്ക് ഇടുന്നു. അതിനുശേഷം പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ എന്ത് ചെയ്യുന്നു കണ്ടോ, ഇത് എൻ്റെ ബാറ്ററിയുടെ പോസിറ്റീവ് ലൈനാണ്. ഇവിടെ കണക്ട് ചെയ്തു, ബാറ്ററിയുടെ പോസിറ്റീവ് ലൈൻ വെച്ചു. ഇത് എൻ്റെ ബാറ്ററിയുടെ പോസിറ്റീവ് ലൈനാണ്. ഇത് ഞാൻ എന്ത് ചെയ്തു, നെഗറ്റീവ് ഇതിൽ വെച്ചിട്ട് പോസിറ്റീവ് ഇതാണ്ട് ഈ റെസിസ്റ്റൻസിലേക്ക് വെച്ചു. കണ്ടോ, LED കത്തുന്നുണ്ടോ? LED കത്തുന്ന കൂടാതെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു റീഡിങ് കാണാൻ പറ്റും. എത്ര? 23 അല്ലേ? മൈനസ് കാണിക്കുന്നത് ഞാൻ വെച്ച വയറ് തിരിഞ്ഞു പോയണ്ട, വയറ് തിരിഞ്ഞു പോയണ്ട. ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ഉണ്ടോ? 2.83 3.2 അല്ലേ? 3.3 3.3 എത്രയാണ്? മില്ലി ആംപിയർ ആണ്. അപ്പം നമുക്കൊരു 3 മില്ലി ആംപിയർ കറണ്ട് ഇതുവഴി പോകുന്നുണ്ട്. 2.7 ഒക്കെ കൃത്യമായിട്ട് കാണിച്ചൊരു 3 മില്ലി ആംപിയർ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുവഴി പോകുന്നുണ്ട്. അപ്പോൾ അതാണ് കറണ്ട് എന്ന് പറയുന്നത്. കണ്ടോ, അപ്പം നമുക്ക് ഡിവൈസ് മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു ഡിവൈസ് ഇട്ടിട്ടൊക്കെ ഇത് ചെക്ക് ചെയ്തൊക്കെ നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ കറണ്ട് മെഷർ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ
കറണ്ട് മെഷർ ചെയ്യുക. അബദ്ധം കാണിച്ച് കളയരുത്, പാരലലായിട്ട് കണക്ട് ചെയ്യരുത്, സീരീസ് ആയിട്ട് മാത്രമേ കണക്ട് ചെയ്തിട്ട് മെഷർ ചെയ്ത് നോക്കാനായിട്ട് പാടുള്ളൂ. ക്ലിയർ ആയോ? ശരി, അപ്പം നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ AC കറണ്ട് മെഷർ ചെയ്യാൻ പോവാണ്. നമ്മൾ AC കറണ്ട്, അപ്പോൾ AC കറണ്ട് മെഷർ ചെയ്യാനായിട്ട് നേരത്തെ കാണിച്ച മൾട്ടിമീറ്ററിൽ സാധിച്ചിരുന്നില്ല. അതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതുപോലൊരു മൾട്ടിമീറ്റർ, ഇത് നമ്മൾ ക്ലാമ്പ് മീറ്റർ എന്നാണ് വിളിക്കുക കേട്ടോ. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ക്ലാമ്പ് മീറ്റർ എന്നാണ്. അപ്പോൾ ഈ ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ച് നമുക്ക് AC മെഷർ ചെയ്യാം. അപ്പോൾ ഈ ക്ലാമ്പ് മീറ്റർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഈ പ്രോബ് ഉപയോഗിച്ചിട്ടല്ല AC കറണ്ട് മെഷർ ചെയ്യുന്നത് കേട്ടോ. നമ്മളിത് ഈ ക്ലാമ്പിംഗ് യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ ഇങ്ങനെ ഒരു സാധനം കണ്ടോ, ഇതാണ് നമ്മൾ ഉപയോഗിക്കുക. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുക? ഇത് വെച്ചിട്ട് നമ്മൾ ഈ ക്ലാമ്പിനെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് വയറിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ വയ്ക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് എത്ര യൂണിറ്റ്, എത്ര ആംബിയർ കറണ്ടാണെന്നുള്ള റീഡിങ് നമുക്കിവിടെ കിട്ടും. നമ്മൾ കോൺടാക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ, നമ്മൾ വയറിങ് കോൺടാക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം വയറിൻ്റെ മുകളിൽ ഇതിങ്ങനെ വെച്ചാൽ മതിയാവും, നമുക്ക് റീഡിങ് കിട്ടും. എന്താ കാരണം? AC കറണ്ടാണല്ലേ. AC ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് ഓൾട്ടർനേറ്റ് ചെയ്ത് കറണ്ട് പോകുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഇൻറ്റൻസിറ്റി റീഡ് ചെയ്യുന്ന ഇതിനകത്തും കോയിലാണ്. ആ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഇൻറ്റൻസിറ്റി റീഡ് ചെയ്തിട്ട് അതിന് പ്രൊപ്പോർഷണലായിട്ട് കറണ്ട് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്നുള്ള തിയറിയാണ് നമ്മളിവിടെ ഉപയോഗിക്കാം. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറണ്ടിൻ്റെ റീഡിംഗ് ഒന്ന് എടുത്താലോ. ആദ്യം ഓൺ ചെയ്താലേ നടക്കുള്ളൂ കേട്ടോ. ഞാൻ 2 ഫാനാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഫാൻ, ഇതൊരു ഫാൻ. 2 ഫാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനൊരു ഫാൻ ഓൺ ആക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ഫാനിലേക്ക് പോകുന്ന കറണ്ടാണ് മെഷർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം എങ്ങനെയാണ് മെഷർ ചെയ്യുക? മെഷർ ചെയ്യാനായിട്ട് ഇതിനെ ഇങ്ങനെ ഇടക്കിയിട്ട് നമ്മൾ റേഞ്ച് ചെയ്തിലേ ഇടുക. ഇവിടെ കാണും കേട്ടോ, AC കറണ്ട് ആംബിയർ എന്നുള്ളതിൻ്റെ A ആണ് കിടക്കുന്നത്, AC എന്നുള്ളതിൻ്റെ സിമ്പിളാണ് ഈ കിടക്കുന്നത് കേട്ടോ. അതിലേക്കാണ് ഇട്ടിരിക്കുന്നത്. അത് ഞാൻ ഇട്ടിരിക്കുന്നത് 200-ലാണ്. 1000 ആംബിയർ വരെ നമുക്ക് മെഷർ ചെയ്യാം. അപ്പോൾ 200-ലേക്കാണ് ഇട്ടിരിക്കുന്നത്. വയറിലിങ്ങനെ ആക്കി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നും കാണിക്കില്ല, 0 കാണിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം ഇതിനകത്ത് എന്തുണ്ട്, ന്യൂട്രൽ വയർ, ഫേസ് വയറും ഉണ്ട്. 2 വയറും കൂടെ പോകുന്നതിനകത്ത് നമ്മളിത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. പകരം നമുക്കതിനെ എന്താക്കി മാറ്റണം, ഏതെങ്കിലും ഒന്ന് മാത്രമാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വയർ കിട്ടണം. മനസ്സിലായോ? വയറിങ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ വയറായിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് കറണ്ട് ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം മറ്റത് ക്യാൻസൽ ചെയ്ത് പോവുകയാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫേസ് വയർ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ ന്യൂട്രൽ വയർ, എർത്ത് വയറും ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഫേസ് വയർ എടുക്കുക. എന്നിട്ട് നമ്മുടെ ക്ലാമ്പ് മീറ്ററിനെ ആ ഫേസ് വയറിനകത്തേക്ക് ഇതുപോലെ കടത്തി വെക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ കടത്തി വെച്ചു. ഇപ്പോൾ റീഡിംഗ് ഒന്നുമില്ല, കാരണം ഫാൻ ഓഫാണ്. ഓക്കെ, കാണാം. അപ്പോൾ ഞാൻ ഫാൻ ഓൺ ചെയ്യാണ്. കണ്ടോ, ഫാൻ ഓൺ ചെയ്തപ്പോൾ നമുക്ക് റീഡിംഗ് കാണിക്കുന്നു 0.1 എന്നൊരു വാല്യൂ കാണിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ വേറൊരു ഫാനും കൂടെ ഉണ്ട്, അതും കൂടെ ഓൺ ചെയ്യാണ്. അപ്പം കണ്ടോ, കറണ്ടിൽ വീണ്ടും കൂടിയത് കണ്ടോ, 3 ആംബിയർ ആയല്ലേ. 3 ആംബിയർ അല്ല, ശരിക്കും ഇതൊരു 300 മില്ലി ആംബിയർ ആണ്. വലിയ ആംബിയർ റേഞ്ചിലേക്ക് ഇപ്പോഴും വന്നിട്ടില്ല. ആംബിയർ റേഞ്ചിലേക്ക് വന്നെങ്കിൽ ഇപ്പുറത്ത് വന്നേനെ, ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നേനെ. നമ്മൾ 200-ലാണ് ഇട്ടിരിക്കുന്നത്. അപ്പം 0.3 ആംബിയർ ആണ് ഈ കാണിക്കുന്നത് കേട്ടോ. 0.3 ആംബിയർ, 0.3 ആംബിയർ ആണ് ഇപ്പം കറണ്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു ഫാൻ ഞാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫാൻ മാത്രമാകുമ്പോൾ 1 ആംബിയർ 0.1 ആംബിയർ കറണ്ടാണ് ഒരു ഫാൻ എടുക്കുന്നത്. അപ്പോൾ കറണ്ട് വളരെ ചെറുതാണ് കേട്ടോ. 1 ആംബിയർ റീജിയനിലൊക്കെ കറണ്ട് നമ്മുടെ മിക്സി ഗ്രൈൻഡറൊക്കെ എടുക്കണമെങ്കിലേ ഉള്ളൂ. ഫാനൊന്നും വലുതായിട്ട് അങ്ങനെ കറണ്ട് എടുക്കുന്ന ഡിവൈസുകളല്ല. അപ്പോൾ കറണ്ട് എങ്ങനെ, AC കറണ്ട് എങ്ങനെ മെഷർ ചെയ്യണമെന്നുള്ള മനസ്സിലായില്ലേ? ഇത്തരം ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ച് AC കറണ്ട്, DC അല്ല കേട്ടോ, AC കറണ്ടാണ് ഇങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് വയർ എടുത്ത് വെച്ച് നോക്കണം കേട്ടോ. ഒരു വയറിനകത്ത് മൊത്തത്തിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇങ്ങനെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ AC കറണ്ട് എങ്ങനെയാണ് മെഷർ ചെയ്യണമെന്നുള്ളത് പഠിച്ചല്ലോ അല്ലേ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഇലക്ട്രോണിക്സിലൊക്കെ ഉപയോഗിക്കുന്ന ചില കമ്പോണൻറ്റുകളൊക്കെ നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു കണ്ടിന്യൂറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്നത് എങ്ങനെയാണ്. കണ്ടിന്യൂറ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വയറിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, ആ വയറിൻ്റെ 2 എൻഡിലും നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, അല്ലെങ്കിൽ സ്വിച്ച് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടിന്യൂറ്റി ടെസ്റ്റിൽ ചെയ്യാറല്ലേ. അപ്പം ഞാൻ ആദ്യമായിട്ട് എൻ്റെ കയ്യിലൊരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് കൃത്യമായിട്ടാണോ ശരിയായിട്ടാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്
ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധാരണയിൽ നമുക്കിതിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പോയിന്റ് തന്നിരിക്കുന്നത്. ഇവിടെ കണ്ടോ, സ്പീക്കറിൻ്റെ അല്ലെങ്കിൽ സൗണ്ടിൻ്റെ പടം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കണ്ടിന്യൂറ്റി. ഇത് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇതിലൊരു സൗണ്ട് കേൾക്കും. അതായത് നമ്മളിത് ഇതുപോലെ കണ്ടോ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, വളരെ ചെറിയ സൗണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലൊരു സൗണ്ട് ഇതിൽ നിന്ന് കേൾക്കും. സൗണ്ട് കേൾക്കുന്നതിന് പുറമെ നമ്മൾ റീഡിങ് നോക്കുകയാണെങ്കിൽ കണ്ടോ 0 റേഞ്ചിൽ വരുന്ന ഒരു ചെറിയ റീഡിങ്ങും കാണിക്കും. കണ്ടിന്യൂസ്, അതായത് അതിനകത്ത് റെസിസ്റ്റൻസ് ഒന്നുമില്ല, ആ വയർലെസ് കണ്ടിന്യൂസ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്വിച്ച് ചെക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെക്ക് ചെയ്യാം? കണ്ടിന്യൂറ്റിയിൽ ഇടുക, സ്വിച്ചിൻ്റെ 2 കാലിലായിട്ട് നമ്മുടെ പ്രോബ് കണക്ട് ചെയ്യുക. അപ്പോൾ ഒന്നും കാണിക്കുന്നില്ല അല്ലേ, അപ്പോൾ സ്വിച്ച് ഓഫാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇങ്ങനെ വെച്ചുകൊണ്ട് സ്വിച്ചിനെ ഓൺ ചെയ്യുക. ഓൺ ചെയ്തു, കണ്ടോ അലാറം അടിക്കുകയും ചെയ്യുന്നു, 0 വാല്യൂ കാണിക്കുകയും ചെയ്യുന്നു. അപ്പം സ്വിച്ച് വർക്കിംഗ് ആണ്. ഓഫ് ചെയ്യുമ്പോൾ ഒന്നും വരാൻ പാടില്ല. 1 എന്ന് പറഞ്ഞാൽ ഹൈ ആണ്, വെരി ഹൈ വാല്യൂ. ഇങ്ങനെയാണ് നമ്മൾ സ്വിച്ചിൻ്റെത് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഈ കണ്ടിന്യൂറ്റി ഉപയോഗിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കമ്പോണൻ്റ് ആണ് ഡയോഡ് എന്ന് വിളിക്കുന്നത്. ഈ കാണുന്ന ഡയോഡാണ്. ഡയോഡ്. അപ്പോൾ ഡയോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണി ഡയറക്ഷനിലാണ് അല്ലേ, ഒരു ഡയറക്ഷനിലേക്ക് മാത്രം കറണ്ട് പാസ് ചെയ്യുന്ന ഡിവൈസുകളാണ് ഡയോഡ്. അപ്പോൾ ഈ ഡയോഡ് വർക്കിംഗ് ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ വർക്കിംഗ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ ആദ്യം ഡയോഡിൻ്റെ ഒരു സൈഡിൽ നെഗറ്റീവും മറ്റേ സൈഡിൽ പോസിറ്റീവും കൊടുക്കാം. വർക്ക് ചെയ്യുന്നില്ല അല്ലേ, ഒന്നും കാണിക്കുന്നില്ല. ഇതിനെ അതുപോലെ തിരിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് റീഡിങ് കാണാൻ പറ്റും, കണ്ടോ. കംപ്ലീറ്റ്ലി ഒരു കണ്ടിന്യൂറ്റി കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ലോ റെസിസ്റ്റൻസ് പാത്ത് കാണാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് ഡയോഡ് ചെക്ക്. ഇത് വർക്കിംഗ് ആണ്. ഒരു സൈഡ് വെക്കുമ്പോൾ കാണരുത്. അതായത് ഇതിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആനോഡും കാഥോഡും ഉണ്ട്. കാഥോഡിലൊരു ചെറിയ വര കാണാം ഇങ്ങനത്തെ. അപ്പം ഈ കാഥോഡ് നെഗറ്റീവിൽ വരണം, കാഥോഡ് നെഗറ്റീവിൽ വരണം, മറ്റേ സ്ഥലം പോസിറ്റീവിൽ. കണക്ട് ചെയ്യുമ്പോഴാണ് ഈ റീഡിങ് കാണിക്കുക ഇങ്ങനെ. അങ്ങനെ കാണിച്ചാൽ ഡയോഡ് ഓക്കെയാണ്. അത് തിരിച്ച് കണക്ട് ചെയ്താലോ ഒന്നും കാണിക്കരുത്. ഹൈ വാല്യൂ, ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കണം. അവിടെ ഓപ്പൺ ആണ് സർക്യൂട്ട്. ഡയോഡ് എന്ന് പറയുന്നത് യൂണി ഡയറക്ഷനിലാണ് അല്ലേ. അപ്പം ഇങ്ങനെ നമുക്ക് ഡയോഡ് നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിൽ ചെക്ക് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് റെസിസ്റ്റൻസ് എങ്ങനെ ചെക്ക് ചെയ്യാം? ഇതൊരു റെസിസ്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുക? സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ കളർ കോഡിങ് ഉപയോഗിക്കും അല്ലേ. കളർ കോഡിങ് ഉപയോഗിച്ചാണ് ഇത് റെഡി. അപ്പോൾ എൻ്റെ കയ്യിൽ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ റെഡ് ബ്രൗൺ ആണ് കാണിക്കുന്നത്. റെഡ് ബ്രൗൺ, അതായത് 220 ഓംസിൻ്റെ റെസിസ്റ്റൻസ് ആണ് കളർ കോഡിങ് പ്രകാരം എൻ്റെ കയ്യിലിരിക്കുന്നത്. പിന്നെ അതിനൊരു ടോളറൻസ് ഉണ്ട് അല്ലേ, അപ്പുറത്തൊരു ഗോൾഡ് കാണിക്കുന്നുണ്ട്, ഇപ്പോൾ ഒരു ടോളറൻസും ഉണ്ട്. ശരി, ഇത് ഇങ്ങനെ കളർ കോഡ് നോക്കാതെ ഡയറക്റ്റ് നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് റെസിസ്റ്റൻസ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ മൾട്ടിമീറ്റർ എടുക്കുക, റെസിസ്റ്റൻസ് നോക്കുക. റെസിസ്റ്റൻസ് ഓംസിലായിരിക്കും അല്ലേ. ഇതാ ഓമിൻ്റെ സിമ്പൽ കണ്ടോ, ഓമിൻ്റെ സിമ്പൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ മഞ്ഞ കളറിൽ കിടക്കുന്നതാണ് റെസിസ്റ്റൻസ്. ഡയോഡ് ചെക്ക് ചെയ്യേണ്ട പോയിന്റ് ഇതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇതിലിട്ട് ചെക്ക് ചെയ്തേ ഉള്ളൂ. ഇതിൽ സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ട് ഡയോഡ് ചെക്ക് ചെയ്യുന്നത് ഇവിടെയാണെന്ന്. കുഴപ്പമില്ല, അതൊക്കെ ശരി തന്നെയാണ്. എന്നിട്ട് ഈ വാല്യൂ കണ്ടുപിടിക്കണം, ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടതിൽ വോൾട്ടേജൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഹയസ്റ്റ് വാല്യൂവിലായിരിക്കും ഇടുക അല്ലേ. എന്നിട്ട് നമ്മൾ ലോയിലേക്ക് ആക്കി വരും. റെസിസ്റ്റൻസിന് നിങ്ങൾ തിരിച്ച് ചെയ്തോളൂ, ഏറ്റവും ലോവസ്റ്റ് വാല്യൂയിൽ ഇടുക. വാല്യൂ അറിയാമെങ്കിൽ, റേഞ്ച് അറിയാമെങ്കിൽ ആ റേഞ്ചിനകത്ത് ഇടാം കേട്ടോ. റേഞ്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഏറ്റവും കുറഞ്ഞതിലിടുക. ഇതിപ്പോൾ 200 നമുക്കറിയാം ഇത് 220 ആണ് എന്നുള്ളത്. എന്തായാലും നമ്മളൊരു 200 സ്റ്റാർട്ട് ചെയ്യുക. 600 എന്നുള്ള ലെവലിൽ സ്റ്റാർട്ട് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നുമില്ല, എങ്ങനെ വേണം കൊടുക്കാം. ഇതാ ഒന്നും കാണിക്കുന്നില്ല അല്ലേ. 200 ഒന്നും കാണിക്കുന്നത്, അതായത് ആ റേഞ്ചിന് വെളിയിലാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഒന്നും കാണിക്കാത്തത്. അപ്പോൾ അടുത്ത ഞാൻ വേറെ 2Kയിലേക്ക് ഇട്ടു. 2000 ഓംസിലേക്ക് ഇട്ടു. നമുക്ക് നോക്കാം, കണ്ടോ വാല്യൂ കാണിക്കുന്നു 217 അല്ലേ വാല്യൂ. 220 ഓം കളർ കോഡിങ് പ്രകാരം 220 ഓം നമ്മൾ റീഡ് ചെയ്തതാണ്. 217 ഓമിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ട്. 217 ഓംസിൻ്റെ റെസിസ്റ്റൻസ് ഇതിനകത്ത് ഉണ്ട്. നമ്മൾ കെയിലായിട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് പോയിന്റ് വെളിയിൽ കിടക്കുന്നത് കേട്ടോ. അതായത് ഇതിലിപ്പോൾ കാണിക്കുന്നത് 217 കിലോ ഓംസ് എന്നാണ്, അതായത് 217 ഓംസ്. ഇങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. ഹയർ വാല്യൂസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അനുസരിച്ചിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യാനായിട്ട് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യാം. അടുത്തതായിട്ട് നമ്മുടെ ഒരു കപ്പാസിറ്റർ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ഒരു കപ്പാസിറ്റർ വർക്കിംഗ് ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? നമുക്ക് പല ടൈപ്പ് കപ്പാസിറ്റർ ഉണ്ടല്ലേ. ഡിസ്ക് പോലിരിക്കുന്ന കപ്പാസിറ്റർ, അതാണ് ഇങ്ങനത്തെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിരിക്കുന്ന ഈ ഒരു ടൈപ്പ് കപ്പാസിറ്റർ ചെക്ക് ചെയ്യാനാണ് പോകുന്നത്. കപ്പാസിറ്റർ ചെക്ക് ചെയ്യുമ്പോൾ
ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യുമല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 2 ലീഡുകൾ തമ്മിൽ ഷോർട്ട് ചെയ്യുക, ഡിസ്ചാർജ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഓൾറെഡി ചാർജുള്ളതാണെങ്കിൽ അതിനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി 2 ലീഡുകൾ തമ്മിൽ ഷോർട്ട് ചെയ്യുക. ഷോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ റെസിസ്റ്റൻസ് വാല്യൂ ഹൈയിലിടുക. ഞാനിപ്പോൾ 200 കെയിലായിട്ടിരിക്കുന്നത്. റെസിസ്റ്റൻസിൽ തന്നെയാണ് കേട്ടോ ഇടേണ്ടത്. മീറ്ററിൻ്റെ റേഞ്ച് ഇടേണ്ടത് റെസിസ്റ്റൻസിൽ തന്നെയാണ് ഇടേണ്ടത്. ഹൈയിലിടുക. 200 കെ എന്ന് പറയുന്ന വാല്യൂയിൽ ഇട്ടതിന് ശേഷം അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്, മാറിപ്പോകരുത്. അപ്പോൾ കൃത്യമായിട്ട് ലീഡ് കണക്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് നെഗറ്റീവ് ലൈൻ. അപ്പോൾ ആ നെഗറ്റീവ് ലൈൻ കറുപ്പിലേക്ക് വെക്കാം. നെഗറ്റീവ് ലൈൻ കറുപ്പിലേക്ക് വെച്ചു. പോസിറ്റീവ് ലൈൻ മറ്റേ ലെഗിലേക്ക് വെച്ചതിന് ശേഷം നിങ്ങൾ മൾട്ടിമീറ്റർ ശ്രദ്ധിക്കുക. വാല്യൂ കൂടി വരുന്നതായിട്ട് കാണാം. കണ്ടോ, 9, 10, 11. അതായത് ഇതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ ഞാൻ വച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. കപ്പാസിറ്റർ വർക്കിംഗ് ആണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ കൂടുന്നത്. അതായത് കപ്പാസിറ്റർ ചാർജ് ആവുകയാണ്. കപ്പാസിറ്റർ ചാർജ് ആയി കഴിഞ്ഞാൽ DC കറണ്ടിനെ കടത്തി വിടില്ല അല്ലേ. അതായത് DCക്ക് വേണ്ടിയിട്ട് ഹൈ റെസിസ്റ്റൻസ് വരും. അതാണ് നിങ്ങളിപ്പം കണ്ടത്. നമ്മൾ 2 കാലിൻ്റെയും റെസിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂടി എന്ത് ചെയ്യും, മാക്സിമത്തിൽ പോകും. പിന്നെ അത് കടത്തി വിടാത്ത രീതിയിൽ വാല്യൂ കൂടി പോകും. കപ്പാസിറ്റൻസ് വാല്യൂ അനുസരിച്ച് ഈ സ്പീഡും വ്യത്യാസം വരും കേട്ടോ. എത്ര പെട്ടെന്ന് അത് ഹൈയിലെത്തുന്നു ലോ എത്തുന്നു എന്നൊക്കെ ഉള്ളത് ആ വാല്യൂ അനുസരിച്ച് മാറും. ഇതിപ്പം ഈ കപ്പാസിറ്റർ വർക്കിംഗ് ആണ്. ഇങ്ങനെ കൂടുന്നുണ്ടെങ്കിൽ കപ്പാസിറ്റർ വർക്കിംഗ് ആണ്, കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ കപ്പാസിറ്റർ ഡാമേജ് ആയി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ കപ്പാസിറ്റർ ചെക്ക് ചെയ്യേണ്ടത്. അടുത്തായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ട്രാൻസിസ്റ്റർ എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ട്രാൻസിസ്റ്ററിന് ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കുന്നുള്ളൂ. ഈ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച് ഞാൻ എങ്ങനെയാണ് ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യാനായിട്ട് ചില മീറ്ററുകളിൽ ഇങ്ങനൊരു സ്ഥലം കൊടുത്തിരിക്കും, HFE എന്ന് എഴുതിയിരിക്കുന്ന ഒരു പോയിന്റ് കേട്ടോ. ഈ HFE ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ഗെയിൻ ഫാക്ടർ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, നമ്മൾ ശരിക്കും ട്രാൻസിസ്റ്റർ എങ്ങനെയാണ് ചെക്ക് ചെയ്യണമെന്നുള്ളത് നോക്കാം. അപ്പോൾ 2 തരം ട്രാൻസിസ്റ്ററുകളാണുള്ളത്, NPNും PNPയും ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ അത് നമുക്ക് അറിയണം കേട്ടോ, നമ്മുടെ കയ്യിരിക്കുന്ന എന്താണെന്നുള്ളത് നമ്മൾ അറിയണം, എന്നാലേ നമുക്കിത് കൊടുക്കാൻ പറ്റൂ. അതുപോലെ അതിൻ്റെ ലീഡ്സ് ഏതൊക്കെയാണ്, എമിറ്റർ, കളക്ടർ, ബേസ് അല്ലേ, അത് കറക്റ്റമായിട്ട് തന്നെ ഈ ഹോൾസിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുകയും വേണം. എൻ്റെ കയ്യിരിക്കുന്നത് BC 547 എന്ന് പറയുന്ന NPN ട്രാൻസിസ്റ്ററാണ്. BC 547 എന്ന് പറയുന്ന NPN ട്രാൻസിസ്റ്റർ. ഇത് കളക്ടർ ബേസ് എമിറ്റർ ആണ്. ഇതിൻ്റെ കളക്ടർ നടുക്ക്, ബേസ് അപ്പുറത്ത് എമിറ്റർ. അപ്പോൾ റീഡിംഗ് എടുക്കാനായിട്ട് ഞാൻ ആദ്യം HFE എന്ന് പറയുന്ന സെലക്ടറിൽ ഇട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുക, ഈ CBE ഇതിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെക്കുക. കറക്റ്റായിട്ട് കളക്ടർ ബേസ് എമിറ്റർ എന്നുള്ള രീതിക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാൻ അതിൽ HFEയിൽ ഇട്ടതിന് ശേഷം ഞാൻ റീഡിംഗ് നോക്കുമ്പോൾ കണ്ടോ, ഇതുപോലൊരു ഹൈ വാല്യൂ റീഡിങ്, അതായത് ഒരു 100, 150, 200 മുകളിൽ കാണുന്ന ഒരു വാല്യൂ ഗെയിൻ ഇതുപോലെ കാണിക്കും. അപ്പോൾ ഇത് ട്രാൻസിസ്റ്ററിൻ്റെ ഗെയിനാണ് ഈ കാണിക്കുന്നത്. ഇത് നല്ല ട്രാൻസിസ്റ്ററാണ്, ഇത് വർക്ക് ചെയ്യുന്ന നല്ല ട്രാൻസിസ്റ്ററാണ്. അതുകൊണ്ടാണ് ഈ ഒരു വാല്യൂ ഇതിനകത്ത് കാണിച്ചത്. ഇങ്ങനെയാണ് ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്, ട്രാൻസിസ്റ്റർ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മൾട്ടിമീറ്ററുകളെ പറ്റിയിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്വന്തമായിട്ടൊരു മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, AC കറണ്ടുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഹൈ വോൾട്ടേജ് കറണ്ടുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് AC കറണ്ട് ACയോ DCയോ മെഷർ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് സീരീസ് ആണ് എന്നുള്ള കാര്യങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അതൊക്കെ ചെയ്തു നോക്കാൻ പാടുള്ളൂ. അപ്പോൾ മൾട്ടിമീറ്റർ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കണ്ട. നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. നമുക്ക് അടുത്തൊരു നല്ലൊരു സബ്ജക്റ്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ എന്നാ, താങ്ക് യു.